Good morning to all. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ എടുക്കുന്നത് നമ്മുടെ +2 പൊളിറ്റിക്കൽ സയൻസ് പാർട്ട് 1, അതായത് പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ സിൻസ് ഇൻഡിപെൻഡൻസ് എന്ന പാർട്ട് 1ലെ ചാപ്റ്റർ 1 ചലഞ്ചസ് ഓഫ് നേഷൻ ബിൽഡിംഗ് എന്ന ഭാഗമാണ് ഇന്നിവിടെ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ ഉടനീളം നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യശേഷം നേരിട്ട ഒരുപാട് വെല്ലുവിളികളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നമുക്കറിയാം, നമ്മൾ +1 ഫണ്ടമെന്റൽ റൈറ്റ്സ്, അതുപോലെ തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് 2 ഭാഗങ്ങളായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കുന്നത് ചലഞ്ചസ് ഓഫ് നേഷൻ ബിൽഡിംഗ്. സ്വാതന്ത്ര്യശേഷം നമ്മുടെ രാജ്യം ധാരാളം വെല്ലുവിളികളെ നേരിടേണ്ടി വന്നു. Independent India had to confront serious challenge during the first few years. The most important among them was the unity and integrity of the country. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ യൂണിറ്റി അല്ലെ ഐക്യവും അതുപോലെ തന്നെ ഭൂമിശാസ്ത്രപരമായ അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ പ്രോബ്ലം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ചാപ്റ്ററിൽ പ്രധാനമായി ഡിസ്കസ് ചെയ്യുന്നത് 4 പോയിന്റാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ചാപ്റ്ററിന്റെ പേര് എന്ന് പറയുന്നത് ചലഞ്ചസ് ഓഫ് നാഷണൽ ബിൽഡിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് 4 പോയിന്റ്സ് ആണ് ഈ ചാപ്റ്ററിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ 4 പോയിന്റ്സ് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആകുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് the first and 3 important challenges India faced after independence. നമ്മുടെ രാജ്യം നേരിട്ട പ്രധാനപ്പെട്ട 3 വെല്ലുവിളികളാണ്. ഒന്നാമത്തെ പോയിന്റ് ആദ്യത്തെ പോയിന്റ് 4 പോയിന്റാണ് പ്രധാനമായിട്ട് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തേത് ദ ഫസ്റ്റ് 3 ചലഞ്ചസ്, അതായത് രാജ്യം നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട 3 വെല്ലുവിളികളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. രണ്ടാമതായി നമ്മൾ പറയുന്നത് ദ പ്രോസസ് ഓഫ് പാർട്ടീഷൻ. രണ്ടാമത്തെ പോയിന്റ് ദ പ്രോസസ് ഓഫ് പാർട്ടീഷൻ, അതായത് വിഭജന പ്രക്രിയ, അതിന്റെ പ്രത്യാഘാതങ്ങൾ. ഇതാണ് രണ്ടാമതായി പറയുന്നത്. മൂന്നാമതായി പറയുന്നത് ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ്. മൂന്നാമത്തെ പോയിന്റാണ് ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ്. 4 സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ലാംഗ്വേജസ് സ്പോക്കൺ. സ്റ്റേറ്റ് അപ്പൊ ഈ 4 പോയിന്റുകളാണ് നമ്മൾ ഇന്നത്തെ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഒന്നുകൂടി ഞാൻ പറയാം, വളരെ വ്യക്തമായി ഞാൻ ഓരോ പോയിന്റും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. 1 3 ഇമ്പോർട്ടന്റ് ചലഞ്ചസ്, 2 the process of partition and its impact, 3 integration of princely states, 4 state reorganization on the basis of language spoken. ഈ 4 കാര്യങ്ങളാണ് പ്രധാനമായും നമ്മുടെ രാജ്യം നേരിട്ട പ്രശ്നങ്ങൾ. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന ഇതിലെ ആദ്യത്തെ the first 3 challenges എന്തൊക്കെയായിരുന്നു ആ 3 പ്രധാനപ്പെട്ട വെല്ലുവിളികൾ. അതുകൊണ്ട് നമുക്ക് ആ സമയത്ത് ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സ്വാതന്ത്ര്യം നേടിയ അഭിനയത്തില് നമ്മുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു നമ്മുടെ ഭരണഘടനയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു പ്രസംഗം നടത്തുകയുണ്ടായി. വളരെ പ്രസിദ്ധമായ ഒരു പുസ്തകം. അത് പിന്നെ അറിയപ്പെടുന്നത് ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. അതായത് വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്ന പേരിലാണ് ആ പ്രസംഗം അറിയപ്പെടുന്നത്. അതായത് ഇപ്പോൾ അത് പറയാൻ കാര്യം, നമ്മൾ അത് വളരെ, അതായത് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഏവരും കാത്തിരുന്ന ഒരു നിമിഷമായിരുന്നു അത്. ദേശീയ പ്രസ്ഥാനത്തിലെ പല ആവശ്യങ്ങളും, ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള പല ആവശ്യങ്ങളും ആ സന്ദർഭത്തിൽ അവിടെ ഉയർന്നു വന്നു. അപ്പോൾ പ്രധാനമായും 2 കാര്യങ്ങൾക്കായിരുന്നു
ഒന്ന്, എസ്റ്റാബ്ലിഷ് ഡെമോക്രസി. പ്രധാനമായി രണ്ട് കാര്യങ്ങൾക്കായിരുന്നു ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഒന്ന്, എസ്റ്റാബ്ലിഷ് ഡെമോക്രസി. സെക്കൻഡ്, ദ ഗവൺമെന്റ് ഷുഡ് സ്റ്റാൻഡ് ഫോർ ദ വെൽഫെയർ ഓഫ് ഓൾ. The government should stand for the welfare of all, particularly the poor and socially backward people. ഇപ്പം നമ്മുടെ ജവഹർലാൽ നെഹ്റു അന്നെടുത്ത അല്ലെങ്കിൽ ആ ദേശീയ പ്രസ്ഥാനം ഒത്തൊരുമിച്ച് അവരെടുത്ത തീരുമാനങ്ങളിൽ എല്ലാവരും അംഗീകരിച്ച പ്രധാനപ്പെട്ട രണ്ട് കാര്യമായിരുന്നു ജനാധിപത്യം സ്ഥാപിക്കുക എന്നുള്ളത്. മറ്റൊന്ന്, എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെയും, പിന്നോക്ക വിഭാഗം ഉൾപ്പെടെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെയും ക്ഷേമവും സംരക്ഷണവും ഉറപ്പുവരുത്തുക എന്നുള്ളതായിരുന്നു പ്രധാനമായി എടുത്ത രണ്ട് തീരുമാനങ്ങൾ. അപ്പൊ നിങ്ങൾ പ്രത്യേകമായി ഓർക്കേണ്ട ഒരു കാര്യം, ഈ ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി, അത് ആ പേര് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിക്കുക. കാരണം നമുക്ക് വൺ വേ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. പേരുകൾ പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ആളുകളുടെ പേര് കൂടി ഓർത്തിരിക്കുക. അപ്പൊ ഈ രണ്ട് തീരുമാനങ്ങൾ, ഒന്ന് എസ്റ്റാബ്ലിഷ് ഡെമോക്രസി, മറ്റൊന്ന് ദ ഗവൺമെന്റ് ഷുഡ് സ്റ്റാൻഡ് ഫോർ വെൽഫെയർ ഓഫ് ഓൾ, എല്ലാ വിഭാഗത്തിലുള്ളവരുടെയും വിഭാഗത്തിന്റെ ക്ഷേമവും വികസനവും ഉറപ്പാക്കുക. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ പ്രശ്നങ്ങളാണ്, നമ്മൾ പറയുന്നത് പോലെ വളരെ എളുപ്പമുള്ള ഒരു നടപടി ആയിരുന്നില്ല ഇത്. അതുകൊണ്ട് തന്നെ മുന്നോട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടിയിരുന്നത്, അല്ലെ അവർ നേരിട്ട സമ്മർദ്ദങ്ങൾ, വെല്ലുവിളികൾ, അവയൊക്കെയാണ് നമ്മൾ ഇനി കൂടുതലായി പഠിക്കാൻ പോകുന്നത്. ഇനിയാണ് പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞു 3 challenges. ആ 3 challenges ഓരോന്നായി ഞാൻ ഇവിടെ പറയാൻ പോവുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം 3 മാർക്സ് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാറുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ആ 3 challenges പഠിക്കാം. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഷേപ്പിംഗ് ഇന്ത്യ ആസ് എ യുണൈറ്റഡ് നേഷൻ. ഒന്ന്, ഷേപ്പിംഗ് ഇന്ത്യ ആസ് എ യുണൈറ്റഡ് നേഷൻ. ഷേപ്പിംഗ് ഇന്ത്യ ആസ് എ യുണൈറ്റഡ് നേഷൻ, ഇതായിരുന്നു 3 പ്രധാന വെല്ലുവിളികളിൽ ഒന്നാമത്തേത്. അതായത് ഒരു ഏകീകൃത രാഷ്ട്രം രൂപീകരിക്കാം. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോന്നിനെ കുറിച്ചും പറയാം. ഇനി രണ്ടാമത്തേത് എസ്റ്റാബ്ലിഷ് ഡെമോക്രസി. എസ്റ്റാബ്ലിഷ് ഡെമോക്രസി. രണ്ടാമത്തേത് എസ്റ്റാബ്ലിഷ് ഡെമോക്രസി. അപ്പം 2 challenges പറഞ്ഞു. ഒന്ന്, ഷേപ്പിംഗ് ഇന്ത്യ ആസ് എ യുണൈറ്റഡ് നേഷൻ. 2, എസ്റ്റാബ്ലിഷ് ഡെമോക്രസി, അതായത് ജനാധിപത്യം സ്ഥാപിക്കുക. 3, വർക്കിംഗ് ഫോർ ദ വെൽബീയിങ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ദി എൻ്റയർ നേഷൻ. വർക്കിംഗ് ഫോർ ദി well-being and development of Indian nation. അപ്പോൾ ഈ 3 പ്രധാനപ്പെട്ട വെല്ലുവിളികളാണ് നമ്മൾ ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഒന്ന്, ഷേപ്പിംഗ് ഇന്ത്യ ആസ് എ യുണൈറ്റഡ് നേഷൻ. 2, എസ്റ്റാബ്ലിഷ് ഡെമോക്രസി. 3, വർക്കിംഗ് ഫോർ ദ വെൽബീയിങ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ഇന്ത്യൻ നേഷൻ. അപ്പൊ രാജ്യം നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട 3 വെല്ലുവിളികളായിരുന്നു ഇത്. ഇത് ഓരോന്നും ഞാൻ വളരെ വ്യക്തമായി നിങ്ങൾക്ക് പറയാൻ പോവാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ട് നോട്ട് ചെയ്യുക. തീർച്ചയായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ the first and most urgent challenge was that of shaping India as a united nation, accommodating the diversity present in the country. നമ്മുടെ രാജ്യത്തിന്റെ പ്രത്യേകത അറിയാം അല്ലേ? അതായത് എല്ലാവിധ വൈവിധ്യങ്ങളും വിസ്തൃതമായ രാജ്യം, വ്യത്യസ്ത ഭാഷ, സംസ്കാരം, മതം എല്ലാം ഉൾക്കൊള്ളുന്ന രാജ്യമാണ് നമ്മുടേത്. അങ്ങനെയുള്ള ഒരു രാജ്യം ഒരു ഏകീകൃത രാഷ്ട്രമാക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ബുദ്ധിമുട്ട്, അല്ലെ എങ്കിൽ തന്നെ എത്ര കാലം അത് നിലനിൽക്കും? അങ്ങനെയുള്ള ഒരു വലിയ പ്രതിസന്ധി നേരിട്ട ഒരു ഘടകമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരിട്ട ഒന്നാമത്തെ പ്രോബ്ലം ആയിരുന്നു ഷേപ്പിംഗ് ഇന്ത്യ ആസ് എ യുണൈറ്റഡ് നേഷൻ. അപ്പം ഫസ്റ്റ് ചലഞ്ച് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ, ഷേപ്പിംഗ് ഇന്ത്യ ആസ് എ യുണൈറ്റഡ് നേഷൻ, ഇന്ത്യ ഒരു ഏകീകൃത രാഷ്ട്രം ആക്കുക. അതിന് നേരിട്ട പ്രതിസന്ധി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യം
നാനാവിധ വൈവിധ്യങ്ങൾ അല്ലെ, വ്യത്യസ്ത ഭാഷ, മതം, സംസ്കാരം, അതുപോലെ തന്നെ ഒരു വലിയ രാജ്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഈ രാജ്യത്തെ ഏകീകൃതമായി മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് വലിയ സമ്മർദ്ദങ്ങൾക്ക് കാരണമാകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയൊരു ചലഞ്ച് ആയിരുന്നു ഇത്. സെക്കൻഡ് പോയിന്റ്, എസ്റ്റാബ്ലിഷ് ഡെമോക്രസി, ജനാധിപത്യം സ്ഥാപിക്കുക. It is through the constitution granted fundamental rights of all citizens. Every citizen had the right to vote. അപ്പോൾ നമുക്കറിയാം, നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്താണെന്നുള്ളത് നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ വളരെ ഡീപ്പായിട്ട് പഠിച്ചിട്ടുണ്ട്. നമുക്ക് മൗലിക അവകാശങ്ങളുണ്ട്, അതുപോലെ തന്നെ എല്ലാ പൗരന്മാർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. എന്നിരുന്നാൽ തന്നെ ഇവിടെ വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ ഭരണഘടനയിൽ അനുശാസിക്കുന്ന രീതിയിലുള്ള കാര്യക്ഷമമായ ഒരു ജനാധിപത്യ ക്രമം മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് വളരെ വെല്ലുവിളി നിറഞ്ഞ ഒരു കാര്യമായിരുന്നു. അപ്പൊ സെക്കൻഡ് ചാലഞ്ച് എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ് ഡെമോക്രസി, അതായത് നമ്മുടെ ഭരണഘടനയിൽ അനുശാസിക്കുന്ന രീതിയിൽ ഒരു നല്ല ജനാധിപത്യ ക്രമം മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് വളരെ വെല്ലുവിളി നിറഞ്ഞ ഒരു കാര്യമായിരുന്നു. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് വർക്കിംഗ് ഫോർ ദ വെൽബീയിങ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് എൻ്റയർ നേഷൻ. സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിന്റെയും ക്ഷേമവും വികസനവും ഉറപ്പുവരുത്തുക. നമുക്കറിയാം, ഭരണഘടന പ്രത്യേക സംരക്ഷണം എല്ലാ വിഭാഗത്തിനും, പിന്നോക്ക വിഭാഗങ്ങൾക്കാണെങ്കിലും പ്രത്യേക സംരക്ഷണം നമ്മുടെ ഭരണഘടന നൽകുന്നുണ്ട്. അതുപോലെ നമ്മുടെ ക്ഷേമത്തിന് വേണ്ടി ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് വഴി എല്ലാ കാര്യങ്ങളും നമ്മുടെ ഭരണഘടനയിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്നാൽ തന്നെയും നമുക്ക് നമ്മുടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം, അതുപോലെ തന്നെ സാമ്പത്തിക വികസനം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കൃത്യമായ ഒരു നയങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത് വലിയൊരു ചലഞ്ചായിരുന്നു. Effective policies for poverty eradication and economic development was real challenge. അപ്പം ഇതായിരുന്നു രാജ്യം നേരിട്ട ഒരു വെല്ലുവിളി. നമുക്ക് ദാരിദ്ര്യം ഇല്ലാതാക്കണം, ഇത്രയും വലിയൊരു രാജ്യം, നമ്മുടെ രാജ്യം ദാരിദ്ര്യം ഇല്ലാതാക്കണം, അതുപോലെ തന്നെ എക്കണോമിക് ഡെവലപ്മെന്റ്, സാമ്പത്തിക വികസനം, ഈ രണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരണമെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള നയങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വെല്ലുവിളി. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ പറഞ്ഞു. നമ്മൾ 3 ചലഞ്ചസ് ആണ് പഠിക്കുന്നത്. ഈ ചാപ്റ്റർ ഫുള്ളേ നമ്മൾ നമ്മുടെ രാജ്യം ഫേസ് ചെയ്ത വെല്ലുവിളികളാണ് പഠിക്കുന്നത്. എങ്കിൽ തന്നെ നമ്മൾ ആദ്യം പഠിക്കുന്ന 3 ചലഞ്ചസ്: ഷേപ്പിംഗ് ഇന്ത്യ ആസ് എ യുണൈറ്റഡ് നേഷൻ, സെക്കൻഡ് എസ്റ്റാബ്ലിഷ് ഡെമോക്രസി, 3 വർക്കിംഗ് ഫോർ ദ വെൽബീയിങ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് എൻ്റയർ നേഷൻ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും അനലൈസ് ചെയ്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് നമ്മുടെ രാജ്യം നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളികൾ. അപ്പം നമ്മൾ ഇതുവരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി ഞാൻ പറയുകയാണ്. നമ്മുടെ രാജ്യം ഫേസ് ചെയ്ത, അതായത് സ്വാതന്ത്ര്യശേഷം നമ്മുടെ രാജ്യം നേരിട്ട പ്രോബ്ലംസ് ആണ് നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ യൂണിറ്റി ആൻഡ് ഇന്റിഗ്രിറ്റി ഓഫ് ദ കൺട്രി, രാജ്യത്തിന്റെ അഖണ്ഡതയും അതുപോലെ ഭൂമിശാസ്ത്രപരമായ ഐക്യം അത് കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് വലിയ വെല്ലുവിളി നിറഞ്ഞ കാര്യമായിരുന്നു. അതിനുവേണ്ടി പ്രധാനമായിട്ടും 3 വെല്ലുവിളികളാണ് നമ്മൾ നേരിടേണ്ടി വന്നത്. അതിൽ ഒന്നാമത്തേതായിരുന്നു ഷേപ്പിംഗ് ഇന്ത്യ ആസ് എ യുണൈറ്റഡ് നേഷൻ, ഇന്ത്യയെ ഒരു ഏകീകൃത രാഷ്ട്രമാക്കുക. സെക്കൻഡ്, എസ്റ്റാബ്ലിഷിംഗ് ഡെമോക്രസി, ജനാധിപത്യം സ്ഥാപിക്കുക. 3, വർക്കിംഗ് ഫോർ ദ വെൽബീയിങ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് എൻ്റയർ നേഷൻ, എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും, സമൂഹത്തിന്റെ എല്ലാ മേഖലയിലുള്ള ആളുകൾക്കും ക്ഷേമവും വികസനവും ഉറപ്പുവരുത്തുക. ഈ 3 കാര്യങ്ങൾ നേടിയെടുക്കുക എന്ന് പറയുന്നത് വളരെ വെല്ലുവിളി നിറഞ്ഞ കാര്യമായിരുന്നു. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായിട്ടാണല്ലോ. വളരെ ഇത് നോട്ട് ചെയ്ത് വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത്, നമ്മൾ ആദ്യമേ പറഞ്ഞു 4 പോയിന്റ്സ് ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതിൽ ഒന്നാമത്തേതായിരുന്നു ഫസ്റ്റ് 3 challenges. ഈ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് പാർട്ടീഷൻ. ഞാൻ ആദ്യം എഴുതിയിരുന്നു സെക്കൻഡ് പോയിന്റ് പാർട്ടീഷൻ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ദ പ്രോസസ് ഓഫ് പാർട്ടീഷൻ. അതായത് നമുക്കറിയാം, നമ്മുടെ രാജ്യം നേരിട്ട വലിയൊരു പ്രശ്നം, നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രം എടുത്താൽ തന്നെ നമ്മൾ നേരിട്ട വലിയൊരു പ്രശ്നമായിരുന്നു നമ്മുടെ രാജ്യത്തിന്റെ വിഭജനം എന്ന് പറയുന്നത്. അപ്പം അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ദ പാർട്ടീഷൻ പ്രോസസ്, നമ്മുടെ രാജ്യം നേരിട്ട പ്രശ്നങ്ങൾ. അപ്പം പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളത്, നമുക്കറിയാം ഈ പാർട്ടീഷൻ പ്രോസസ്സിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് 2 nation തിയറി. 2 nation തിയറി എന്ന് പറയുമ്പോൾ നോട്ട് ചെയ്യുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 nation തിയറി
അതാ ദ്വിരാഷ്ട്ര സിദ്ധാന്തം. ടു നേഷൻ തിയറി, ദ്വിരാഷ്ട്ര സിദ്ധാന്തം. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാനുള്ള എക്സാമിന് ചോദിക്കാറുള്ളതാണ് ടു നേഷൻ തിയറി. നമ്മുടെ രാജ്യം വിഭജനത്തിന്റെ ആ ഒരു സ്ഥിതിയിലേക്ക് പോകാൻ പ്രധാനമായിട്ടുണ്ടായ ഒരു ഘടകമാണ് ടു നേഷൻ തിയറി. നമ്മുടെ മുസ്ലിം ലീഗ് ടു നേഷൻ തിയറി എന്നൊരു ആശയം മുന്നോട്ട് വെക്കുകയാണ്. അവർ പറയുന്ന അനുസരിച്ച് ഇന്ത്യ എന്ന് പറയുന്നത് രണ്ട് വിഭാഗം ജനങ്ങൾ ഉൾക്കൊള്ളുന്നു, ഹിന്ദുക്കളും മുസ്ലിങ്ങളും. അതുകൊണ്ട് തന്നെ ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ള ആ പ്രദേശം, അതായത് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഹിന്ദുക്കൾക്കും ഒപ്പം മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശമായി പാകിസ്ഥാനെ മാറ്റണം, അങ്ങനെയായിരുന്നു അവരുടെ ആവശ്യം. അതായത് ടു നേഷൻ തിയറി അനുസരിച്ച് മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ച ഒരു ആശയം ഇതാണ്: ഇന്ത്യ എന്നത് ഹിന്ദുക്കൾക്കും പാകിസ്ഥാൻ എന്നൊരു മറ്റൊരു രാഷ്ട്രം മുസ്ലിങ്ങൾക്കുമായി വേണമെന്ന് അവർ ആവശ്യപ്പെട്ടു. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ അത് ആ ഒരു ടു നേഷൻ തിയറി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കോൺഗ്രസ് വളരെ ശക്തമായി എതിർത്തു. കാരണം അന്ന് വരെ ഒന്നായി പോയിരുന്ന രാജ്യത്തെ മുറിക്കുക എന്ന് പറയുന്നത് ചിന്തിക്കുന്നതിനും അപ്പുറമായിരുന്നു. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് വളരെ ശക്തമായി അതിനെ എതിർക്കുകയുണ്ടായി. എന്നിരുന്നാൽ തന്നെ ആ സമയത്തെ അവിടുത്തെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ, അതുപോലെ തന്നെ മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിലുള്ള ചില മത്സരങ്ങൾ, അതുപോലെ ബ്രിട്ടീഷുകാരുടെ പങ്ക്, ഇങ്ങനെയൊക്കെയുള്ള ചില സാഹചര്യങ്ങൾ മൂലം ഈ ടു നേഷൻ തിയറി അഥവാ വിഭജനം എന്നത് സാധ്യമായി തീരുകയാണ് ഉണ്ടായത്. അപ്പം പാർട്ടീഷനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്, ഇന്ത്യ വിഭജനം. അതായത് ഇന്ത്യ പാകിസ്ഥാൻ എന്ന് രണ്ടായി വിഭജിക്കുക. അപ്പം ഇത് മുന്നോട്ട് വെച്ചത് മുസ്ലിം ലീഗാണ്. ടു നേഷൻ തിയറി എന്നൊരു കോൺസെപ്റ്റ് മുന്നോട്ട് വെച്ചത്. അതനുസരിച്ച് the Muslim League in its two nation theory declared that India consists of two people, Hindus and Muslims. അപ്പോൾ ഇങ്ങനെയൊരു ആവശ്യം മുന്നോട്ട് വെച്ചപ്പോൾ സാഹചര്യങ്ങൾ അതിനനുകൂലമായിരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ വിഭജനം നടപ്പിലാവുകയാണ് ഉണ്ടായത്. പറയുമ്പോൾ എളുപ്പമാണെങ്കിലും വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമായിരുന്നു അത്. കാരണം പ്രോസസ് ഓഫ് പാർട്ടീഷൻ എന്ന് പറയുന്നത് partition was not only painful but also replete with the hard problems of decision making and execution. ഇപ്പൊ എല്ലാ തരത്തിലും ബുദ്ധിമുട്ടേറിയ, നടപ്പിലാക്കുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ വളരെ സമ്മർദ്ദവും പ്രതിസന്ധിയും നമ്മുടെ നേതാക്കന്മാർക്ക് നേരിടേണ്ടതായി വന്നു. എങ്കിൽ പോലും ആ വെല്ലുവിളികളെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ അവർ തീരുമാനിക്കുകയാണ് ഉണ്ടായത്. അപ്പൊ ഈ പാർട്ടീഷൻ പ്രോസസ് എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെ പ്രോബ്ലംസ് ആണ് അവർ നേരിടേണ്ടി വന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് നേരിടേണ്ടി വന്നത്. ഒന്ന്, നോ ബെൽറ്റ് ഓഫ് മുസ്ലിം മെജോറിറ്റി വാസ് ഫൗണ്ട് എനിവേർ ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ. ഒന്നാമത്തെ പ്രശ്നം അതാണ്. കാരണം വിഭജനം തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ ഫോളോയിങ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് റിലീജിയസ് മെജോറിറ്റിയാണ്. മതപരമായ ഭൂരിപക്ഷം അനുസരിച്ച് രാജ്യത്തെ വിഭജിക്കുക. അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ നേരിട്ട പ്രശ്നം മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു ഏക മേഖല എന്നത് കണ്ടെത്താൻ പ്രയാസമായിരുന്നു എന്നാണ്. വിഭജിക്കണമെങ്കിൽ നമുക്കറിയാം, കൃത്യമായ ഒരു പ്രദേശം ഉണ്ടെങ്കിലേ പ്രശ്നങ്ങളില്ലാതെ വിഭജിക്കാൻ പറ്റും. എന്നാൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു ഏക മേഖല കണ്ടെത്തുക എന്നത് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ അതായിരുന്നു ഒന്നാമത്തെ പ്രശ്നം. നോ ബെൽറ്റ് ഓഫ് മുസ്ലിം മെജോറിറ്റി വാസ് ഫൗണ്ട് എനിവേർ ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ. അപ്പൊ ഒന്നാമതായിട്ട് നേരിട്ട പ്രശ്നം അതായിരുന്നു. രണ്ടാമത്തെ പ്രശ്നം, നോട്ട് ഓൾ മുസ്ലിം മെജോറിറ്റി ഏരിയാസ് വാണ്ടഡ് ടു ബി ഇൻ പാകിസ്ഥാൻ. നോട്ട് ഓൾ മുസ്ലിം മെജോറിറ്റി ഏരിയാസ് വാണ്ടഡ് ടു ബി ഇൻ പാകിസ്ഥാൻ. എന്നാൽ മുസ്ലിം മെജോറിറ്റി കൂടുതലുള്ള എല്ലാ പ്രദേശങ്ങളും പാകിസ്ഥാനോടൊപ്പം പോകാൻ തയ്യാറായതുമില്ല. അപ്പൊ അതാണ് രണ്ടാമത് നേരിട്ട പ്രശ്നം. റിലീജിയസ് മെജോറിറ്റി അനുസരിച്ച് ഡിവൈഡ് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ നേരിട്ട പ്രോബ്ലംസ് ആണിത്. കാരണം മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങൾ പാകിസ്ഥാനോട് ചേരുക എന്നാണ് തീരുമാനിച്ചത്. പക്ഷേ അങ്ങനെയുള്ള പ്രദേശങ്ങളും പാകിസ്ഥാനോടൊപ്പം പോകാൻ തയ്യാറാകാതെ നിന്നു. അപ്പൊ അത് ഒരു വലിയ പ്രശ്നമായിരുന്നു. ഇനി അടുത്തതായി നേരിട്ട പ്രശ്നം, പഞ്ചാബ്, ബംഗാൾ, 2 മുസ്ലിം മെജോറിറ്റി provinces had non-Muslims, but where Hindus formed the majority. പഞ്ചാബ്, ബംഗാൾ പോലെയുള്ള മുസ്ലിം സംസ്ഥാനങ്ങളിലെ മുസ്ലിങ്ങൾ കൂടുതലായിട്ടുള്ള സംസ്ഥാനങ്ങളില് നോൺ മുസ്ലിംസ്, മുസ്ലിം അല്ലെങ്കിൽ മറ്റു സമുദായത്തിൽപ്പെട്ട ആളുകളും കൂടുതലായിട്ടുള്ള പ്രദേശങ്ങളുണ്ടായിരുന്നു. അത് ഒരു വലിയ ബുദ്ധിമുട്ടായി. കാരണം പഞ്ചാബ്, ബംഗാൾ മുസ്ലിം സംസ്ഥാനങ്ങളാണെങ്കിൽ പോലും അവിടെയും മറ്റു സമുദായങ്ങളിൽപ്പെട്ട ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു എന്നത് വലിയൊരു പ്രശ്നമായി പറഞ്ഞു. എങ്കിൽ പോലും ഈ വെല്ലുവിളികളെ നമ്മുടെ രാജ്യം തരണം ചെയ്യുകയാണ്.
ആദ്യത്തെ പ്രശ്നം എന്ന് പറയുന്നത് നോ മുസ്ലിം മെജോറിറ്റി വാസ് ഫൗണ്ട് എനിവേർ ഇൻ ഇന്ത്യ. മുസ്ലിം പ്രദേശങ്ങൾ മാത്രമായിട്ട് ഒരു കൃത്യമായി ഭാഗിക്കുന്ന വിധത്തിൽ നമ്മുടെ രാജ്യത്ത് ഇല്ലായിരുന്നു. ഈസ്റ്റും വെസ്റ്റുമായിട്ട് ഇങ്ങനെ കിടക്കുകയായിരുന്നു കൂടുതൽ പ്രദേശങ്ങളും. അതുകൊണ്ട് തന്നെ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് പാകിസ്ഥാൻ സെപ്പറേറ്റഡ് എ ലാർജ് എക്സ്പാൻസ് ഓഫ് ഇന്ത്യൻ ടെറിട്ടറി. നമ്മുടെ രാജ്യത്തിന്റെ വിശാലമായ അതിർത്തിയെ ഈസ്റ്റ് പാകിസ്ഥാനെന്നും വെസ്റ്റ് പാകിസ്ഥാനെന്നും രണ്ടായി തിരിച്ചുകൊണ്ടാണ് ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തിയത്. രണ്ടാമത്തെ പ്രോബ്ലം നമ്മൾ പറഞ്ഞു, മുസ്ലിം ഭൂരിപക്ഷമുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രദേശങ്ങൾ പോലും പാകിസ്ഥാനോട് ചേരാൻ ആഗ്രഹിച്ചില്ലെന്ന്. പ്രത്യേകിച്ച് ആ സമയത്ത് നമ്മൾ ഓർക്കേണ്ട ഒരാളാണ് നമ്മുടെ കോണ്ടേറ്റ് ഗാന്ധി എന്നറിയപ്പെടുന്ന ഖാൻ അബ്ദുൽ ഖാബർ ഖാൻ. അദ്ദേഹം ഹി വാസ് അഗെയിൻസ്റ്റ് ദ ടു നേഷൻ തിയറി. വളരെ ശക്തമായി ടു നേഷൻ തിയറിയെ എതിർത്തയാളാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിന്റെ വാക്കുകളെ അവഗണിച്ചുകൊണ്ട് വടക്കു പടിഞ്ഞാറൻ അതിർത്തി വളരെ നിർബന്ധപൂർവ്വം പാകിസ്ഥാനോടൊപ്പം ചേർക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ രണ്ടാമത്തെ പ്രശ്നത്തിനും പരിഹാരം കണ്ടെത്തി. മൂന്നാമത് പഞ്ചാബ് ബംഗാൾ പ്രശ്നം. അവിടെ എന്താണെന്ന് വെച്ചാൽ അവിടെ മുസ്ലിം അല്ലാത്ത കൂടുതൽ ആൾക്കാർ ഉള്ളത് കൊണ്ട് തന്നെ ഡിവിഷൻ എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും അവിടെ ചെയ്തത് സോ ഇറ്റ് വാസ് ഡിസൈഡ് ടു ഡിവൈഡ് ദീസ് ടു പ്രൊവിൻസസ് അക്കോർഡിംഗ് ടു റിലീജിയസ് മെജോറിറ്റി അറ്റ് ഡിഫറെന്റ് ലെവൽസ്. അവിടെ പ്രത്യേകമായി ചെയ്തത് എന്താന്ന് വെച്ചാല് ജില്ലകളും താലൂക്കുകളുമായിട്ട് ആ പ്രദേശങ്ങളെ ഡിവൈഡ് ചെയ്യുമായിരുന്നു. മതപരമായ ഭൂരിപക്ഷം അഥവാ റിലീജിയസ് മെജോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ ജില്ലകളും താലൂക്കുകളുമായിട്ട് അവരെ ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ ആ പ്രശ്നത്തിന് അവിടെ പരിഹാരം കണ്ടു. നെക്സ്റ്റ് പോയിന്റ്, ദ ഫോർത്ത് ആൻഡ് ദ വേസ്റ്റ് പാർട്ട് ഓഫ് ദ പാർട്ടീഷൻ കെയിം ഫ്രം ക്വസ്റ്റ്യൻ ദ മൈനോറിറ്റീസ് ഓൺ ബോത്ത് സൈഡ്. അടുത്ത പ്രശ്നമായിരുന്നു അതിർത്തിക്ക് ഇരുവശത്തുമുള്ള ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നം. ശരിക്കും പറഞ്ഞാൽ വളരെ ക്രൂരമായ ആക്രമണങ്ങൾക്ക് വിധേയമായി എവിടെ പോകണമെന്നറിയാതെ ആരോടൊപ്പം ചേരണമെന്നറിയാതെ വളരെ ബുദ്ധിമുട്ടി നിൽക്കുന്ന എല്ലാം നഷ്ടപ്പെട്ട ഒരു വിഭാഗം. The minorities on both sides began to flee for their lives, leaving everything behind. എല്ലാം നഷ്ടപ്പെട്ട ഒരു വിഭാഗം. ആ പ്രശ്നങ്ങൾക്ക് സത്യത്തിൽ ഇതുവരെയും പൂർണ്ണമായ ഒരു പരിഹാരം കാണാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ ഇങ്ങനെയുള്ള ധാരാളം പ്രോബ്ലംസ് നമ്മുടെ പാർട്ടീഷൻ സമയത്ത് ഫേസ് ചെയ്യേണ്ടതായി വന്നു. അപ്പൊ തീർച്ചയായിട്ടും വളരെ കൃത്യമായിട്ട് നിങ്ങളുടെ കയ്യിൽ ഉള്ള നോട്ട് നോക്കി വളരെ കൃത്യമായിട്ട് പഠിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ് പാർട്ടീഷൻ എന്ന് പറയുന്നത്. അപ്പൊ പാർട്ടീഷൻ പ്രോസസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വിഭജനത്തിന്റെ ഫലമായിട്ടുണ്ടായ പ്രോബ്ലംസ്. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. വീണ്ടും അടുത്ത ഭാഗമായി അടുത്ത ക്ലാസ്.